നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളിൽ ഓരോരുത്തരൊരു ദിവാസ്വപ്നത്തോടു കൂടിയാണ് വിവാഹം കഴിക്കുന്നത്. ചിലർ ലവ് മാരേജ് ആയിരിക്കും. ആളെ കണ്ട് മുഖം നോക്കി കല്യാണം കഴിക്കും. പക്ഷേ പിന്നീട് അറിയുമ്പോഴാണ് അവനൊരു ദേവൻ അല്ലെങ്കിൽ ദേവി എന്ന് പറഞ്ഞും കൊണ്ടായിരിക്കും കല്യാണം കഴിക്കുന്നത്. പക്ഷേ അകത്ത് വന്നു കഴിയുമ്പോഴായിരിക്കും ദേവനല്ല, ഇതൊരു കാലമാടനാണ് അല്ലെങ്കിൽ യക്ഷിയാണെന്ന് സ്വയം മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ തമ്മിൽ പോരാകും. അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബാന്തരീക്ഷത്തിൽ നമ്മളെ ഇന്നത്തെ ഈ വിദ്യാസമ്പന്നര നാട്ടിലും ഇന്ന് കല്യാണം കഴിക്കുന്നത് ജ്യോതിഷിമാരുടെ രാഹുകാലങ്ങളും ഇതുമെല്ലാം നോക്കി ജാതകങ്ങളും ഒക്കെ നോക്കി ഇത് രണ്ടും കൊള്ളാം, ഒന്നിച്ച് കഴിഞ്ഞോളൂ. പക്ഷേ ഇവരെ പിന്നിൽ ശാസ്ത്രീയമായിട്ട് രണ്ട് വ്യക്തിത്വങ്ങളായിരിക്കും. ജ്യോതിഷിയുടെ കൽപ്പന അനുസരിച്ചാണ് കല്യാണം കഴിക്കുന്നത്. ഒരാളുടെ വ്യക്തിത്വം ഒന്ന്, വേറൊരാളുടെ വ്യക്തിത്വം വേറൊന്ന്, തമ്മിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കാതെ വരുമ്പോൾ പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കോടതികളും ഇപ്പോൾ കോടതികളിൽ കുടുംബ കോടതിയിൽ തന്നെ കേസുകൾ കൂടിക്കൊണ്ടു പോകുന്നു. വിവാഹമോചനങ്ങളുടെ കേസ് കൂടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ജ്യോതിഷിയുടെ പ്രവചനങ്ങളല്ല നാം പോകേണ്ടത്. ജ്യോതിഷിയുടെ സഹായം അനുസരിച്ചല്ല കല്യാണം നടത്തേണ്ടത്. ശാസ്ത്രീയമായി അവരെ വിലയിരുത്തണം. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇന്നയൊക്കെയാണ് ഈ രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമോ. ചില മാനസിക രോഗികളെ പോലും അവർ മറച്ചു വെച്ച് കല്യാണം കഴിക്കും. പിന്നെ അകത്ത് കുടുംബാന്തരീക്ഷത്തിൽ കയറുമ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. ഒളിച്ചും പതുങ്ങി മരുന്ന് കഴിക്കും, പിന്നെ കഴിക്കില്ല, ആ രീതിയിലൊക്കെ ആവും. അപ്പോൾ ഈ രീതിയിൽ ഒരു തുറന്ന മനസ്സോടുകൂടി വേണം കുടുംബ അന്തരീക്ഷത്തിൽ നമ്മൾ ജനങ്ങളെ എത്തിക്കാൻ. അതിനുള്ള ശാസ്ത്രീയമായ സമീപനം എൻ്റെ സജഷൻ എന്ന് പറയുന്നത് അതിപ്പോൾ ഒന്നുമില്ല. ഓരോരുത്തരെ ഒരു സൈക്കോളജിക്കൽ ലെവലും ശാരീരികമായും മാനസികമായും വിലയിരുത്തണം. അതിൻ്റെ ഗുണദോഷങ്ങൾ കൂടെയുള്ള കക്ഷിയോട് പറയുകയും വേണം. ഒരാൾക്ക് ചിലപ്പോൾ പ്രമേഹമായിരിക്കും ഉള്ളത്, അത് മറച്ചു വെച്ചിട്ട് പോയി കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പ്രഷറായിരിക്കും, അല്ലെങ്കിൽ വേറൊരു കക്ഷി ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇതുണ്ട്, ഇങ്ങനെയാണ്, ഇതിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. ആ രീതിയിലുള്ള ഒരു തുറന്ന സമീപനം നമ്മുടെ സമൂഹത്തിന് ഇന്നും വന്നിട്ടില്ല. ജ്യോതിഷിയുടെ കക്ഷത്താണ് നമ്മളിരിക്കുന്നത്.